എല്ലാ മനുഷ്യർക്കും മനസാക്ഷി എന്നൊരു ഘടകമുണ്ട്. ചിലർ നല്ല മനസാക്ഷി കാത്തു സൂക്ഷിക്കുമ്പോൾ വേറെ ചിലർ മനസാക്ഷി മരവിച്ചവരായും ജീവിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് മനസാക്ഷി ഉള്ളതുമില്ലാത്തതും ഒരുപോലെയാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലപ്രവൃത്തികൾ 24-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുന്നവരായിരിക്കണം. ഒരു കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസാക്ഷിയോട് നാം നീതി പുലർത്തുന്നവരായിരിക്കണം. കോൺഷ്യൻസ് ഈസ് അവർ സിൻ ഡിറ്റക്ടർ. നമ്മിലെ പാപം കണ്ടെത്തുന്ന ഒരു ഉപകരണമാണ് മനസാക്ഷി എന്നത്. എയർപോർട്ടുകളിലും മറ്റ് അതിപ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രധാന കവാടത്തിനരികെ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. ആരെങ്കിലും തോക്കോ കത്തിയോ മറ്റ് മാരകായുധങ്ങളുമായി അതിലൂടെ കടക്കുമ്പോൾ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബീപ്പർ ശബ്ദിക്കുവാൻ തുടങ്ങും. നിയമം ലംഘിച്ച് ആയുധങ്ങളുമായി എത്തിയവർ പിടിക്കപ്പെടുകയും ഒടുവിൽ നിയമത്തിനു മുമ്പിൽ നിൽക്കേണ്ടതായും വരുന്നു. മനസാക്ഷിയും പ്രവർത്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നാം അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മനസാക്ഷിയെ ഉണർത്തുകയും നമ്മുടെ ഉള്ളിൽ ഒരു അലാറം മുഴക്കുകയും ചെയ്യുന്നു. നാം ഒരു ഭക്തനാണെങ്കിൽ ഭക്തയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുകയും കാര്യങ്ങൾ ശരിയാക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലരാകട്ടെ നല്ല മനസാക്ഷി തള്ളിക്കളക നിമിത്തം അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നു. ഹുമനയോസും അലക്സണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരായിരുന്നു എന്ന് തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1912 ഏപ്രിൽ മാസം 15-ാം തീയതി 2240 യാത്രക്കാരുമായി യാത്ര തിരിച്ച ആഡംബര കപ്പലായ ടൈറ്റാനിക് അതിൻ്റെ കന്നി യാത്രയിൽ തകർന്ന് ആഴിയുടെ ആഴങ്ങളിലേക്ക് നിപതിച്ച സംഭവം ഇന്നും ഞെട്ടലോടെയാണ് മനുഷ്യ സമൂഹം ഓർക്കുന്നത്. മുൻപിലുള്ള മഞ്ഞുമലയുടെ സൂചന കിട്ടിയിട്ടും അതിനെ അവഗണിച്ച് കപ്പിത്താൻ കപ്പൽ മുൻപോട്ട് കൊണ്ടുപോയത് നിമിത്തം 1500-ലധികം ആൾക്കാരുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞു പോയത്. എബ്രായ ലേഖനകർത്താവ് 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ എങ്ങനെ പറയുന്നു? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇതായിരിക്കട്ടെ ഇന്നത്തെയും എന്നത്തെയും നമ്മുടെ നിലപാടും പ്രാർത്ഥനയും. Have a blessed day.